നമസ്കാരം. കഴിഞ്ഞയാഴ്ചയാണ് CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ED കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. 8 മണിക്കൂറിലേറെ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യലാണ് അന്ന് നടന്നത്. വീണയുടെ മൊഴികളിലെ അവ്യക്തതയും CMRL കമ്പനി ഉടമകളുടെ മൊഴിയിൽ വന്ന ചേർച്ചയില്ലായ്മയും കാരണമാണ് വീണയെ വീണ്ടും വിളിപ്പിക്കുന്നത്. ഈ മാസം 29-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിണറായി വിജയനും CPM വൃത്തങ്ങളിലും കനത്ത ആശങ്ക വീണയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും വീണയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നുള്ള ED സൂചനകൾ ശക്തമായതാണ് ഈ ആശങ്കയ്ക്ക് കാരണം. അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ED ഡയറക്ടർ തന്നെയാണ് കൊച്ചിയിൽ വന്ന് നിർദ്ദേശിച്ചത്. ഇതിനായി UAE-യിൽ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടാനും ED ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണം എവിടെയൊക്കെ പോയി അവസാനിപ്പിക്കുമെന്ന് തീർച്ചയായും പറയാൻ കഴിയാത്ത അവസ്ഥയുമാണ്. കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ വീണ നൽകിയ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായി EDക്ക് വ്യക്തമായിട്ടുണ്ട്. ED ശേഖരിച്ച രേഖകളും വീണ നൽകിയ മൊഴികളും തമ്മിൽ അന്തരം. തിരുവനന്തപുരത്തെ HDFC ബാങ്കിലുള്ള വീണയുടെ അക്കൗണ്ടുകളിലും ലോക്കറിലും നടത്തിയ പരിശോധനകളിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഇനിയുള്ള ചോദ്യം ചെയ്യൽ. എന്തിനാണ് CMRL 3 കോടിയിലേറെ രൂപ എക്സാലോജിക്കിന് നൽകിയത് എന്ന കാര്യത്തിലും വ്യക്തമായ മറുപടി വീണയിൽ നിന്നും EDക്ക് ലഭിച്ചിട്ടില്ല. ഇത് സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പരിധിയിലാണ് വരുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയായ SFIO ആണ് മാസപ്പടിയിൽ വിശദമായ അന്വേഷണം നടത്തിയത്. ഇതിന്റെ രേഖകൾ EDക്ക് നൽകാൻ കോടതി SFIയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണയുടെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ഈ രേഖകൾ EDക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലാകും 29-ന് നടക്കാൻ പോകുന്നത്. CMR കമ്പനിയിലെ മറ്റു ഉദ്യോഗസ്ഥരെയും അനുബന്ധമായി ഇനിയും ചോദ്യം ചെയ്യാനും ED നീക്കമുണ്ട്. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിലെ അന്വേഷണത്തിൽ എന്തു സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അന്വേഷണം പിണറായിയിലേക്ക് നീട്ടണം എന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജും രംഗത്തുണ്ട്. കേസിലെ പ്രധാന പ്രതി പിണറായി ആണെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലി ആയാണ് വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയതെന്നാണ് ഷോണിന്റെ പ്രധാന ആരോപണവും. കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്യാൻ ഒത്താശ ചെയ്തവർക്ക് നേരെയും അന്വേഷണം എത്തണമെന്ന ആവശ്യമാണ് ഷോൺ ഉന്നയിക്കുന്നത്. 130 കോടിയോളം രൂപ CMRL മാസപ്പടിയായി നൽകിയിട്ടുണ്ട്. ആർക്കൊക്കെ നൽകി എന്നതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടന്നിട്ടില്ല. എന്നാൽ ഈ പേരുവിവരങ്ങളുള്ള ഡയറി അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കരിമണലുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസാണ് ED അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായിക്കും CPM-ലും ആശങ്കകൾ കനക്കുന്നതും. എന്തായാലും 29-നുള്ള വീണയുടെ ചോദ്യം ചെയ്യൽ നിർണായകമാകും.